ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും നമ്മൾ മലൈക്കോട്ടെ വാലിബൻ്റെ കഥയാണല്ലോ മൊത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതായത് അദ്ദേഹം ഈ 14 വർഷത്തിൻ്റെ ഇടയിൽ സംവിധാനം ചെയ്തത് തന്നെ 10ഓളം സിനിമകളാണ്. അതിൽ 10ാമത്തെ സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിനു മുന്നേ 2010 അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് നായകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. ഈ നായകൻ എന്ന് പറയുന്ന ഒരു സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇന്ദ്രജിത്ത്, തിലകൻ, ധന്യമേരി വർഗീസ് ഇങ്ങനെയുള്ള ഒരുപാട് താരനിരകൾ അഭിനയിച്ച ഒരു സിനിമയാണ്. ഒരു പ്രതികാരത്തിൻ്റെ കഥയൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്, എന്നാലും അത് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അതായത് മൂക്ക് കുത്തനെ വീണു. അതിൻ്റെ നിർമ്മാതാവ് ഓടി ഒളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 5 പൈസ അയാൾക്ക് കിട്ടിയിട്ടില്ല. ഉള്ള പൈസ കഴിച്ചും പോവുകയും ചെയ്തു. കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ, 2010 കാലഘട്ടത്തിലാണേ. അന്നേരം ചെറിയ തിയേറ്ററുകളൊക്കെ ഉണ്ട്. ഇത്രത്തോളം സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു പേരുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് എന്നുള്ള ഒരു പേരുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രശസ്തനായ നടനാണ്, അദ്ദേഹത്തിൻ്റെ മകൻ സംവിധായകനാകുന്നു എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2011 സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. ഈ സിറ്റി ഓഫ് ഗോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജുണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, റീമ കല്ലിങ്കലുണ്ട്, ഇങ്ങനെ ഒരു വൻ താരനിരയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ അതും വേണ്ടത്ര അങ്ങടങ്ങ് ഏറ്റില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആ സിനിമക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ സിനിമ ഇപ്പോഴെടുത്ത് കണ്ടുനോക്കിയട്ടെ, ഭയങ്കര സിനിമയാണെന്നാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടത്. യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ സിനിമ പൊട്ടിപ്പൊളിഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പരസ്യത്തിൻ്റെ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. ഇപ്പോഴും നമ്മൾ എടുത്തു കണ്ട ആ സിനിമ അടിപൊളി സിനിമയാണ്. പിന്നെ 2013 പ്രകമ്പനം കൊള്ളിച്ച് ആമേൻ വരുന്നത്, അതൊരു 1.5 മുതൽ തന്നെയായിരുന്നു. ഈ ആമേൻ എന്ന് പറയുന്ന ഒരു സിനിമ കൈനങ്കര പള്ളിയിൽ നമ്മുടെ ഈ ജോയി മാത്യുവിൻ്റെ ആ ഒരു സൗണ്ടും, അതുപോലെ തന്നെ ഇന്ദ്രജിത്ത്, ഫഹദ് ഫാസിൽ, കലാമണി, എന്താ പറയുക, തിയേറ്ററുകളിൽ ഒരു ഓളം തീർത്ത ഒരു സിനിമ തന്നെയായിരുന്നു ആമേൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അകത്തെ ആദ്യത്തെ ആ ഒരു മലം കൊണ്ടുപോയിട്ട് വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ചിരിച്ചും മണ്ണേപ്പി ഒരു 1.5 സംഭവം തന്നെയായിരുന്നു. എന്തൊക്കെയായാലും ആ സിനിമ എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ വിജയ് ബാബുവും അതുപോലെ സാന്ദ്ര തോമസും കൂടിയാണ് അത് നിർമ്മിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കളക്ഷൻ വാരിയിട്ടുണ്ട്. ഏകദേശം 10 കോടിയോളം അന്നത്തെ കാലത്ത് ആ ഒരു കളക്ഷൻ വന്നു എന്നുള്ളതാണ്. അത്രയും നല്ല സിനിമയായിരുന്നു അത്. പിന്നെ 2015 ഒരു തിയേറ്റർ ദുരന്തം വരുന്നത്, ഡബിൾ ബാരൽ. അതായത് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, വിനായകൻ, തമിഴിലെ സൂപ്പർ സ്റ്റാർ ആര്യ, ഇവരൊക്കെ വന്ന് അഭിനയിച്ച ഭയങ്കര ഒരു ജമണ്ടം പടം. അതായത് ഒരു പാൻ ഇന്ത്യ മൂവി എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ ആര്യയൊക്കെ ഉണ്ടല്ലോ, അത്രയും ഭയങ്കര ഇതിലെടുത്ത ഒരു പടമാണ്. തിയേറ്റർ അങ്ങ് കത്തിപ്പടറി. ഈ വാലിബനൊക്കെ വരുന്നില്ലേ, അതിലും ഭയങ്കരമായിട്ടുള്ള പരസ്യങ്ങളായിരുന്നു. ഒരു സംഭവമാക്കിയിട്ടെടുത്ത സിനിമയാണ്. പക്ഷേ അത് മൂക്കുകുത്തി വീണു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നു ആ സിനിമക്ക്. എന്നാലും ആ സിനിമ ഏകദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോഴും യൂട്യൂബിലൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് പൊളിഞ്ഞതെന്നായിരിക്കും. കാരണം ഈ സിനിമക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ആരാധകരിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ആ സിനിമ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ആരാധനയാണ്. ഒരു പ്രത്യേക ഇതിലെടുത്തൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് 16 കോടിയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതിൽ നമ്മളെല്ലാവരും ഓർക്കണം. 16 കോടി ആ സിനിമേൻ്റെ ബഡ്ജറ്റ്, അത്രയും ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2017 അങ്കമാലി ഡയറീസ് വരുന്നത്. അതൊരു 1.5 മുതൽ തന്നെയായിരുന്നു. 86 പുതുമുഖങ്ങളെയാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ വിജയ് ബാബു അതുപോലെ സാന്ദ്ര തോമസും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സാന്ദ്ര തോമസ്, വിജയ് ബാബു മാത്രം. അത് സാന്ദ്ര അപ്പോഴേക്കും പിരിഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോൾ വിജയ് ബാബുവാണ് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അതൊരു 1.5 മുതലാണ്. വിജയ് ബാബു എങ്ങനെയാണ് ഈ ഒരു സിനിമ നിർമ്മാണം ഏറ്റെടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും അതിനകത്ത് അറിയുന്ന ആൾക്കാരില്ല. പക്ഷേ LGP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മാത്രം മുൻനിർത്തിയിട്ടാണ് ഈ വിജയ് ബാബു ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 പടമായിരുന്നു. ചെറിയ ബഡ്ജറ്റിൽ മുടക്കി
മുടക്കിയിട്ട് 20 കോടിയോളം രൂപയാണ് അത് കളക്ട് ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഇത്രയും ചെറിയൊരു പടം ഇത്രമാത്രം പിന്നെ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 2018 വേറൊരു വെറൈറ്റി സിനിമ വരുന്നത് ഈ മായോ. അതൊരു എന്താ പറയേണ്ടത്, മനുഷ്യന്മാരുടെ പിന്നെ നമ്മളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോയ പോലത്തെ ഒരു മൂവിയായിരുന്നു നടന്നത്. ഒരു വീട്ടിലൊരു മരണം നടക്കുന്ന ആ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ വിനായകനും ചെമ്പൻ വിനോദും കൈനങ്കരി തങ്കരാജും അതുപോലെ തന്നെ ദിലീഷ് പോത്തനും പോളി വിൽസൺ ഇവരെല്ലാം കൂടിയിട്ട് അഭിനയിപ്പിച്ചങ്ങ് എന്നാ പറയേണ്ടത്, അതങ്ങ് ഒരു തകർത്തു എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനയമായിരുന്നു ആ സിനിമയൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഈ ലിജോ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ നമ്മളെ അങ്ങ് ഏതൊരു ലോകത്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. മായു കഴിഞ്ഞതിന് ശേഷം അത് ഒരു 1.5 പിന്നെ എന്താ പറയേണ്ടത് അവാർഡൊക്കെ നേടി, കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമ വരുന്നത്, ജല്ലിക്കെട്ട്. ഇതുവരെ നമ്മൾ ഇങ്ങനെയൊരു സിനിമ മലയാളത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വരണ്ടോടുന്നൊരു പോത്തും അതിൻ്റെ കൂടെ കുറേ ആൾക്കാരും. ഭഗവാനെ തിയേറ്ററിൽ എന്താ നടക്കുന്നതെന്ന് ജനങ്ങളിൽ ഇങ്ങനെ വായി വളർത്തിട്ട് ഇങ്ങനെ നിന്ന പോലെയായി പോയി നടന്നത്. അതായത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, എന്താ ഇത് സംഭവിക്കുന്നതെന്ന് ഒരാൾക്കും മനസ്സിലാകുന്നില്ല. അത്രത്തോളം ഭയങ്കരമായൊരു സിനിമ. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ വേറൊരു ഭാഷയിലും ഇങ്ങനെയൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ പിന്നെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിൻ്റെ കഥയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും പോകുന്നത്. പക്ഷെ അതൊന്നുമല്ല സംഭവമായിരുന്നു. അവിടെ ഈ അറക്കാൻ കൊണ്ടുവന്ന പോത്തില്ലേ, അതിൻ്റെ പ്രശ്നമാണ്. അത് വരണ്ടോടുന്ന ഒരു കഥയാണ്, പക്ഷെ അത് ഒരു പ്രത്യേക മേക്കിങ്ങിൽ എടുത്തിട്ട് ഒരു സംഭവമാക്കി കളഞ്ഞിന്. അങ്ങനെ ആ ഒരു പടത്തിൻ്റെ ഹാങ് ഓവർ ഇങ്ങനെ എല്ലാവരും പിന്നെ കാത്തിരിക്കലാണ്. ഏകദേശം ജല്ലിക്കെട്ട് 22 കോടിയാന്നിട്ടാണ് കളക്ട് ചെയ്തത്. അത്രത്തോളം അന്ന് പിന്നെ എന്താ പറയുക ഇതുണ്ടായിരുന്നു ആ സിനിമക്ക്. അങ്ങനെ ഈ ജല്ലിക്കെട്ടിന് ശേഷം പിന്നെ ലിജോ ജോസിൻ്റെ ഒരു സിനിമക്ക് വേണ്ടി ജനങ്ങളങ്ങ് കാത്തിരിക്കലായി. കാരണം ലിജോൻ്റെ സിനിമ എപ്പോഴാണ് വരിക, ഇതാണ് എല്ലാവർക്കും ചോദിക്കേണ്ടത്. കാരണം എല്ലാവർക്കും ആ ഒരു ബ്രാൻഡ് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ചുരളി എന്ന് പറയുന്ന ഒരു സിനിമ ലിജോൻ്റെ വരുന്നത്. നമ്മുടെ ചെമ്പൻ വിനോദും അതുപോലെ തന്നെ വിനയ് ഫോർട്ടും നമ്മുടെ ജോജു ജോർജ്, ജാഫർ ഇടുക്കി ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ചെറിയ ബഡ്ജറ്റ് ചെറിയ ദിവസം കൊണ്ട് തീർത്തൊരു സിനിമയാണ് കോവിഡിൻ്റെ സമയത്ത് ചുരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അങ്ങനെ അങ്ങ് തെറീൻ്റെ അഭിഷേകാന്നൊക്കെ പറയില്ലേ, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ അവിടെ സംസാരിച്ചത്. അതിന് വേറെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെ അത് സോണി ലൈവിലാണ് അതവർ പിന്നെ പ്രക്ഷേപണം ചെയ്തത്. അത് OTT-യിലായിരുന്നു. അപ്പോൾ അതിനൊരുപാട് വിമർശനങ്ങൾ കേട്ടു, അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ കിട്ടി. കാരണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ് അത്. എന്ന് വെച്ചാൽ ജനങ്ങൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു ചളിപ്പ് വരും എന്നുള്ളതാണ്. അത് OTT-യിലായതുകൊണ്ട് വലിയ സമാധാനം, അത്രമാത്രമേ പറയാനുള്ളൂ. അങ്ങനെ അത് ഈ ചുരളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വെച്ചൊരു സിനിമ ചെയ്തൂടെ ലിജോ നിനക്ക് എന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യം മമ്മൂക്കയെ വെച്ച് നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന ഒരു സിനിമ ഇതാകലാണ്. പക്ഷേ ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു സിനിമ തമിഴിലും മലയാളത്തിലുമായിട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഓടിയിരുന്നു. മമ്മൂട്ടി ആദ്യമായിട്ട് നിർമ്മിച്ചൊരു സിനിമയാണ് മമ്മൂട്ടി കമ്പനീൻ്റെ പേരിൽ. പിന്നീടാണ് മമ്മൂട്ടി കമ്പനി ഈ പിന്നെ സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡും അങ്ങനെയെല്ലാം നിർമ്മിച്ചത്. അപ്പോൾ ഈ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ ഏകദേശം 10 കോടി രൂപ കളക്ട് ചെയ്തു. അതുമാത്രവുമല്ല ഒരുപാട് അവാർഡും നേടി എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു സംഭവമാണ് മലൈക്കോട്ടെ ബാലിബൻ എന്ന്. അങ്ങനെ അവസാനം മലൈക്കോട്ടെ ബാലിബനും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ജാതകം എന്താണെന്നറിയില്ല. ഏതായാലും ഇന്ന് വരെ അതൊരു സിനിമ ഫ്ലോപ്പാണെന്നാണ് പറയുന്നത്. മിക്കവാറും അത് നിർമ്മാതാവിന് നല്ല രീതിയിലുള്ള നഷ്ടം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ജല്ലിക്കെട്ട് പോലെയുള്ള ചില സിനിമകൾ നിർമ്മിച്ചതും ലിജോ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പൈസയടി പുറത്തൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട മക്കളെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിക്കോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നന്ദി, നമസ്കാരം.